ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ. കേരളം ഉൾപ്പെടെ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. രാജ്യത്തെ ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക മാർഗനിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ബെൽജിയം പ്രധാനമന്ത്രി അലക്സാണ്ടർ ഡിക്രൂയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. രാജ്യതലസ്ഥാനമായ ബ്രസൽസിൽ നടന്ന ആദ്യ ആണവോർജ്ജ ഉച്ചകോടിക്ക് വിജയകരമായി ആതിഥേയത്വം വഹിച്ചതിന് ബെൽജിയൻ പ്രധാനമന്ത്രിയെ ശ്രീ മോദി അഭിനന്ദിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലും റഷ്യൻ യുക്രൈൻ സംഘർഷത്തിലും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സഹകരണവും പിന്തുണയും വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇരു നേതാക്കളും തങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കി. ഫിലിപ്പീൻസിന്റെ ദേശീയ പരമാധികാരം നിലനിർത്താനുള്ള ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തലസ്ഥാനമായ മനിലയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായുള്ള ഫിലിപ്പീൻസിന്റെ സമുദ്ര തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രസ്താവന. ആസിയാൻ രാജ്യങ്ങളുടെ ഐക്യത്തിന് ഇന്ത്യ ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. മാറ്റങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ഉഭയകക്ഷി ബന്ധം അടുത്ത കാലത്ത് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. ഏപ്രിൽ 19 നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വിശദാംശങ്ങളിലേക്ക്. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 അതേസമയം ഒന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലെ 4 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മറ്റന്നാൾ വരെ സമയമുണ്ട്. കേരളത്തിൽ 20 മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. ഏപ്രിൽ 26 നടക്കുന്ന രണ്ടാം ഘട്ടത്തിലാണ് കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലും വോട്ടെടുപ്പ് നടക്കുക. ആകെ 7 ഘട്ടമായാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂൺ 4 വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളും നേതാക്കളും മണ്ഡലങ്ങളിൽ പ്രചാരണവുമായി സജീവമാണ്. മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങും. ഏപ്രിൽ 4 വരെ സംസ്ഥാനത്ത് പത്രിക സമർപ്പിക്കാം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 5 നടക്കും. പത്രിക പിൻവലിക്കാൻ ഏപ്രിൽ 8 വരെ സമയമുണ്ട്. ഏപ്രിൽ 26 സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ചാത്തന്നൂർ, പരവൂർ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ സന്ദർശിച്ചു. LDF സ്ഥാനാർത്ഥി M മുകേഷ് ഇന്ന് ചടയമംഗലം, വെളിനല്ലൂർ, ഇട്ടിവ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ കൊട്ടിയത്ത് നിന്ന് കൊല്ലം നഗരത്തിലേക്ക് റോഡ് ഷോ നടത്തിയാണ് മണ്ഡലത്തിൽ പ്രചാരണത്തിന് തുടക്കമിട്ടത്. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നതോടെ ആലത്തൂർ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും പ്രചാരണം ഊർജിതമായി. UDFിലെ രമ്യ ഹരിദാസും LDFിലെ K രാധാകൃഷ്ണനും രണ്ടാംഘട്ട പ്രചാരണത്തിലാണ്. NDA സ്ഥാനാർത്ഥി TN സരസു മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. വടകര ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം ആവേശകരമാക്കി സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി KK ശൈലജ ഇന്ന് നാദാപുരം മണ്ഡലത്തിൽ പര്യടനം നടത്തി. പ്രമുഖ വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച ശേഷം ക്യാമ്പസുകളും സന്ദർശിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ പ്രചാരണം. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നാളെ കുറ്റ്യാടി, വടകര മേഖലയിലെ ക്യാമ്പസുകൾ സന്ദർശിക്കും. NDA സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണൻ ഇന്ന് തലശ്ശേരി മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്.
രാജ്യത്തെ ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക മാർഗ്ഗനിർദ്ദേശം നൽകി. ജൂൺ വരെ ശക്തവും ദൈർഘ്യമേറിയതുമായ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെ സൂര്യപ്രകാശം നേരിട്ടേൽക്കാതിരിക്കാനും ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കാനും പഴകിയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ പോളിംഗ് സ്റ്റേഷനുകളിൽ കുടിവെള്ളം, തണൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ അറിയാനുള്ള സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി. നോ യുവർ കാൻഡിഡേറ്റ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാകുന്നത്. വ്യക്തിഗത വിവരങ്ങൾ, മത്സരിക്കുന്ന പാർട്ടിയുടെ വിവരങ്ങൾ, ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ ഇതിലൂടെ മനസ്സിലാക്കാം. സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രിക, പിൻവലിച്ചവ, നിരസിക്കപ്പെട്ടവ എന്നിവയും ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആപ്പ് ഡൌൺലോഡ് ചെയ്യാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഡൽഹിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ പാർട്ടി നേതാക്കൾ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. അതേസമയം മദ്യനയ കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ഇന്ന് രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധിച്ചു. ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് ബിജെപി പ്രവർത്തകർ മാർച്ച് നടത്തി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ BRS നേതാവ് കെ കവിതയെ കോടതി ഏപ്രിൽ 9 വരെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ED കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചതോടെയാണ് കോടതി നടപടി. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണത്തിൽ മാർച്ച് 15-ന് ഹൈദരാബാദിൽ നിന്നാണ് കവിതയെ അറസ്റ്റ് ചെയ്തത്. കേസിൽ കവിതയുടെ പങ്ക് അന്വേഷിക്കുകയാണെന്ന് ചോദ്യം ചെയ്യൽ തുടരേണ്ടതിനാൽ റിമാൻഡ് അനുവദിക്കണമെന്നും ED ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും 6 ദിവസത്തെ റിമാൻഡും ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. നാളെ രാവിലെ ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയാണ് കേസ് പരിഗണിക്കുന്നത്. മാർച്ച് 21-നാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. വിചാരണ കോടതി അദ്ദേഹത്തെ മാർച്ച് 28 വരെ ED കസ്റ്റഡിയിൽ വിട്ടിരുന്നു. പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് MP രവനീത് സിംഗ് ബിട്ടു ബിജെപിയിൽ ചേർന്നു. ന്യൂഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്തെത്തിയ അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയുടെ സാന്നിധ്യത്തിലാണ് അംഗത്വം സ്വീകരിച്ചത്. സംസ്ഥാനത്തെ 60 ബിൽഡിംഗ് സൈറ്റുകളിൽ സംസ്ഥാന വ്യാപകമായി തൊഴിൽ വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയെ തുടർന്ന് 300ഓളം നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തൊഴിൽ നിയമങ്ങൾ അനുശാസിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിയമലംഘനങ്ങൾ പരിഹരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രോസിക്യൂഷൻ അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം പുരോഗമിക്കുന്നു. ഗുവാഹട്ടിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ ഗ്രൂപ്പ് എയിൽ 4 പോയിന്റുമായി 2ാം സ്ഥാനത്താണ് ഇന്ത്യ. 3ാം റൌണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് ഇന്ത്യൻ ടീമിന് ഇന്നത്തെ ജയം അനിവാര്യമാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം തുടങ്ങി. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈയെ ബാറ്റിംഗിനയച്ചു. മിയാമി മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെന്റ് പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ ജോഡിയായ രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം നാളെ ഇറങ്ങും. ഡച്ച് ഓസ്ട്രേലിയ ജോഡിയായ സെം വെർബീക്ക് ജോൺ പാട്രിക് സ്മിത്ത് സഖ്യമാണ് എതിരാളി. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം അടുത്ത മാസം 3-ന് ആരംഭിക്കും. 70 ക്യാമ്പുകളിലായി 10,000-ഓളം അധ്യാപകർ പങ്കെടുക്കും. ഏപ്രിൽ 20-ന് മൂല്യനിർണ്ണയ ക്യാമ്പ് സമാപിക്കും. ഇന്നലെയാണ് സംസ്ഥാനത്ത് SSLC പരീക്ഷ പൂർത്തിയായത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 361 പോയിന്റ് നഷ്ടത്തിൽ 72,470-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 92 പോയിന്റ് നഷ്ടത്തിൽ 22,004-ലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ കുറവ്. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 6,115 രൂപയും പവന് 48,920 രൂപയുമാണ് ഇന്നത്തെ വില. ഈസ്റ്റർ, റംസാൻ, വിഷു ചന്തകൾ കേരളത്തിൽ മറ്റന്നാൾ മുതൽ ആരംഭിക്കും. ഇത്തവണ ഓരോ താലൂക്കിലും ചന്തയുണ്ടാകും. ഏപ്രിൽ 13 വരെ ചന്ത പ്രവർത്തിക്കും. 13 ഇനം സബ്സിഡി സാധനങ്ങളും ഇവയിലൂടെ ലഭ്യമാകും. മാവേലി സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, പീപ്പിൾസ് ബാസാറുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, അപ്ന ബാസാറുകൾ തുടങ്ങി സപ്ലൈകോയുടെ 1630 വിൽപ്പനശാലകളും പ്രവർത്തിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം.
ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ. കേരളം ഉൾപ്പെടെ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. രാജ്യത്തെ ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക മാർഗനിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.